അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സുഖം. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് പറയാൻ പറ്റുള്ളൂ, കുറേ നാൾ അങ്ങനെ വല്ലപ്പോഴൊക്കെ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ കുടുംബസമേതം ഒരു ട്രിപ്പ് പോകട്ടോ. വീണ്ടും സ്വപ്നക്കാരുടെ കൂടെ തന്നെയാണ് ട്രിപ്പ് പോകുന്നത്. അത് രാമേശ്വരം, ധനുഷ്കോടി, കൊടൈക്കനാൽ, പിന്നെ കുറച്ച് ക്ഷേത്രങ്ങളെ കൂടി, തമിഴ്നാട് കുറച്ച് ക്ഷേത്രങ്ങളെ കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. സമീപം ഏകദേശം 6 മണി കഴിഞ്ഞു. ഇപ്പം ഞാനും ലക്ഷ്മിയും അമ്മയോടൊക്കെ ഇപ്പോൾ റെഡി ആയിട്ട് ലഗേജൊക്കെ സെറ്റാക്കി കഴിച്ചിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകണം. അപ്പം സ്വപ്നക്കാരുടെ കൂടെ തന്നെയാണ്. അപ്പം അവർ രാത്രി 7:30 ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളോട് 7:15 ആകുമ്പോൾ ഇവിടെ എത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ സെറ്റാക്കി ഇവിടെ എല്ലാ ലഗേജ് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, ഇനി ഇറങ്ങിപ്പോകണം. അപ്പം ഇന്ന് രാത്രി 7 മണിക്ക് 7:30 വണ്ടി എടുത്തിട്ട് നാളെ അടുത്ത ദിവസങ്ങളിൽ കുറേ ദിവസങ്ങളൊക്കെ ഉണ്ട്. അതായത് ഏകദേശം ഒരു ഞായറാഴ്ച വെളുപ്പിനാണ് തിരിച്ചു വരുന്നത്. തിങ്കളാഴ്ച വെളുപ്പിനെ തിരിച്ചു വരുന്നത്. തിങ്കളാഴ്ച വെളുപ്പാങ്കാലം വരെ ഉണ്ടാവും ട്രിപ്പ്. അപ്പം ഒരു 4-5 ദിവസത്തെ പ്രോഗ്രാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോകും. സമയം അങ്ങനെ രാത്രി 7 മണി കേട്ടോ. ഞങ്ങളിപ്പം തൊടുപുഴ ടൗണിലെത്തിക്കുക. അപ്പോൾ അവിടെ ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ബസ് 7:30 ആകുമ്പോൾ അവർ എടുക്കുന്നതാണ്. അവരിപ്പോൾ ഒരു 7:30 ആകുമ്പോഴത്തേക്കും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ബസ് ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബസ് വന്നു കേട്ടോ. അതെ, അവർ ബസ്സിൻ്റെ പേരൊക്കെ എത്തിയില്ലോ. ഒരു സാരഥി അവിടെ ഉണ്ട് കേട്ടോ. കറക്റ്റ് 7:30 വന്നു. അവിടെ പ്രസിദ്ധിച്ച ആൾക്കാരെ വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാരഥ്യത എവിടെ ഉണ്ട്? അപ്പോൾ ആ ചേട്ടൻ വരുന്നില്ല. ആളാ വണ്ടി വിട്ടിടാൻ വേണ്ടി പോകണം. പോയി സീറ്റ് അത് നോക്കട്ടെ, ലഗേജ് വെക്കാൻ പാത്തിന്. ഹലോ മാഷ, നമസ്കാരം. അടുത്ത സാരഥ്യത, മെയിൻ സാരഥ്യത എത്തിക്കണു. ഇനി അടുത്ത സാരഥി അകത്ത് കയറി പോയി കാണട്ടോ. ഹലോ, നമസ്കാരം. നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. യാതൊരു തടസ്സവും ഇല്ലാതെ പോയിട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാരും ഒരുമിച്ചിട്ടോ. ഏകദന്തം മഹാകായം സപ്രകാശന സന്നിധം നിംബൂരദം വിശാലാശം വന്ദേഹം ഗണനായകം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ. സ്വാഗതം. ഈ 3 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ആണ്. ഇത് നമ്മുടെ വീട്, ഈ വണ്ടി നമ്മുടെ വീടാണ്. വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരൻ, സഹോദരി, അനിയമ്മ, അമ്മ, അച്ഛൻ, അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇന്ന് അണുകുടുംബമാണ്, കൂട്ടുകുടുംബം ഇല്ല. അപ്പൊ കൂട്ടുകുടുംബത്തിന്റെ രസങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ കുടുംബത്തിലൂടെ നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെ അറിയണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമായി വേണം. ഉണ്ടാകുമോ? യെസ് ഓർ നോ? ഫ്രണ്ടിന്റെ ചേട്ടന്മാരുണ്ട്, ബാക്ക് അനങ്ങാനില്ല. യെസ്, ഓക്കെ. നമുക്ക് ഇതിന്റെ അകത്ത് പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, കഥകൾ പറയാം, കവിതകൾ ചൊല്ലാം, വേണമെങ്കിൽ മോണാക്ടോ മിമിക്രിയോ എന്ത് വേണമെങ്കിലും ആവാം. നമ്മളിത് തീർത്ഥയാത്രയാണ് എങ്കിൽ കൂടിയും തീർത്ഥയാത്ര മാത്രമായി കഴിഞ്ഞാൽ ബോറടിക്കില്ലേ? അല്ലേ? തീർത്ഥയാത്ര മാത്രമായ ബോറടിക്കില്ലേ? അപ്പൊ അടിച്ചു പൊളിച്ചൊരു യാത്രയാണ് എനിക്കിഷ്ടം. അപ്പൊ അങ്ങനെ അടിച്ചു പൊളിക്കണമെങ്കിൽ എന്താ വേണ്ടേ? എല്ലാവരുടെയും സഹകരണം വേണം. അപ്പൊ ഒരിക്കൽ കൂടി ഏവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം 3 വർഷമായി ഞങ്ങളെ ഈ യാത്ര തുടങ്ങിയിട്ട്. ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. അപ്പോ ഞങ്ങളുടെ പരസ്യം എന്ന് പറയുന്നത് ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളായ നിങ്ങൾ ഓരോരുത്തരുമാണ്.
നിങ്ങളിലൂടെ പറഞ്ഞു കേട്ട് ആണ് കൂടുതലും ഞങ്ങളുടെ യാത്രയിൽ. എന്റെ മോൻ ഒരു ജർമ്മൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ഇവരുള്ള കുറച്ച് തടിയുടെ പണി അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഇത്രയാണ് എന്നെ കുറിച്ചുള്ള വിവരം. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് തൊടുപുഴ താലൂക്ക് NSS താഴെക്കര ഓഫീസിലാണ്. പിന്നെ ചെറിയ പിക്നി കളക്ഷൻ അങ്ങനെ എല്ലാവരും ചെറുതാ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. എൻ്റെ പേര് ബിജു. എല്ലാവർക്കും ഈ യാത്രയിലേക്ക് ഹാർദവമായ സ്വാഗതം. സീത പറഞ്ഞതിനെ കൂടുതൽ വീണ്ടും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് വളരെ മനോഹരമായിട്ട് തൊടുപുഴയിലെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും തീർത്ഥയാത്രയും വിനോദയാത്രയൊക്കെ കൊണ്ടുപോകുന്ന പ്രസ്ഥാനമായിട്ട് തുടങ്ങുന്നു. അതിന് കാരണം പറഞ്ഞു നിങ്ങളുടെ ഓരോരുത്തരുടെ കാരണമാണ്. നമ്മളൊരു തീർത്ഥയാത്ര പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിനോദയാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും കുറച്ച് ലാഗായാലും കുഴപ്പമില്ല. തീർത്ഥയാത്ര പോകുമ്പോൾ നമ്മൾ കൃത്യ സമയത്ത് അമ്പലത്തിലൊക്കെ തൊഴുതാൽ കൃത്യമായിട്ട് ഇറങ്ങിയാലേ അടുത്ത അമ്പലത്തിൽ കയറി അടയ്ക്കുന്നതിന് മുമ്പ് തൊഴാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ പഴമുതിർച്ചോലയിൽ കയറി അപ്പം രാവിലെ തന്നെ 3 ക്ഷേത്രത്തിൽ തൊഴേണ്ടതുണ്ട്. പഴമുതിർച്ചോല, അഴകാർകോവില്, തിരുപ്പുറകുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ തന്നെ എത്രയും വേഗം തൊഴുത് അടുത്ത അമ്പലത്തിൽ പോകാനുള്ള രീതിയിലേക്ക്. സമയം ഇപ്പോൾ രാത്രി 11 മണി കേട്ടോ. നമ്മളിപ്പം വണ്ടിപ്പെരിയാർ എത്തി. ഒരു നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് ഇനിയിപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ടോയ്ലറ്റിലേക്ക് വേണ്ട അങ്ങോട്ട് കയറിയൊക്കെ കേട്ടോ. അപ്പം അന്നേരം എല്ലാവർക്കും വേണ്ടിയിട്ട് സൗകര്യത്തിനുണ്ട് അവിടെ ഒരു ടോയ്ലറ്റിലേക്ക് വണ്ടി നിർത്തിക്കണം അവിടെ. ഇനിയിപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു 12:45 കുമളി എത്തുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിത്തെ കാഴ്ച നമുക്ക് നോക്കാം അങ്ങനെയാണ്. സമയം എങ്ങനെ വെളുപ്പിന് 4 മണി. ഇപ്പോൾ നമ്മളിത് അഴകാർകോവിലെത്തി കേട്ടോ. അവിടെ ഇപ്പോൾ ഫ്രഷ് അപ്പ് ആവണം നോക്കുക. ഞങ്ങൾക്കൂടെ ഒരു ഡോർമെറ്ററി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും നമ്മൾ പോയിക്കൊണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു, 4 കാലമായി. പിന്നെ ഇപ്പോൾ കുളിച്ച് റെഡി ആയിട്ട് വേണം അടുത്ത അമ്പലത്തേക്ക് തൊഴാൻ. ഓക്കെ, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ പണി തുടങ്ങിയില്ലേ? അപ്പം അങ്ങനെ കുളിച്ച് റെഡിയായി. രാവിലെ ഒരു കാപ്പി കഴിച്ചു, കുളിച്ച് റെഡിയായിട്ട് ഇരുന്നു. ശരിക്കും പറഞ്ഞിട്ട് ഇവിടുത്തെ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകം കേട്ടോ. കറച്ച വേറൊന്നുമല്ല, ഇവിടെ നിന്ന് പറയുമ്പം കെട്ടിടമുണ്ട്. ഈ കെട്ടിടത്തിനകത്താണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിടത്തിനകത്ത് ടോയ്ലറ്റ് വരുമ്പോൾ കുറേ ഒരു 10-15 ടോയ്ലറ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഈ സിമെൻറ്റ് കൊണ്ട് കെട്ടിയ ഈ വലിയ കുളം ഉണ്ടല്ലോ, ആ കുളത്തിനകത്തായിട്ട് നമ്മൾ പബ്ലിക്കായിട്ടാണ് കുളിക്കുന്നത്. നമ്മൾ ഈ സാധാരണ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഈ ജയിലിലുള്ള കുളിയില്ലേ, അതുപോലെ സിമെൻറ്റ് കൊണ്ട് കിട്ടിയ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ വെള്ളം കോരിയാണ് കുടിക്കുന്നത് കേട്ടോ. അതിപ്പോൾ അങ്ങനെ അതങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ അതുപോലെ ഒരു ഇത്തിരി നമ്മൾ ബുദ്ധിമുട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കുളിച്ചത്. പക്ഷേ മെയിൻ കേസ് എന്ന് വെച്ചാൽ ഇവിടെ വെള്ളമില്ല. ഞങ്ങൾ ആദ്യം ഇവിടെ പല്ല് വെച്ചപ്പം നമ്മുടെ ഈ വാട്ടർ ടാങ്കിനകത്ത് നമ്മുടെ ഈ വാഷ് ബേസിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ കാപ്പി കുടിച്ചിട്ട് ആ ഗ്ലാസ് കഴുകാൻ വന്നപ്പം വാഷ് ബേസിനകത്ത് വെള്ളമില്ല. നേരെ കക്കൂസി പോയപ്പോൾ കക്കൂസിനകത്ത് ടാപ്പിൽ കൂടെ വെള്ളം വരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ വെള്ളത്തിന് ഷോർട്ടേജ് ഇവിടെ ഭയങ്കരമാണ്. അതുപോലെ തന്നെ ഒരു പബ്ലിക്കായിട്ടുള്ള കുളിയാണ്. നമുക്കൊരു എന്താ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത രീതിയിലുള്ള കുളിയായിരുന്നത്. അതുപോലത്തെ ഒരു ശോകം സെറ്റപ്പാണ്. ഞങ്ങളെല്ലാവരും കുറേ ആൾക്കാർ ഇപ്പോൾ കുളിച്ച് റെഡിയായിട്ട് വന്നു. ചിലരൊക്കെ കുളിക്കാൻ പോയിക്കണു. പിന്നെ ആൾക്കാർക്ക് കാപ്പി പിടിച്ചെടുക്കണം. പിന്നെ ഇവിടെ നമ്മുടെ ഈ സ്വപ്നക്കാർ തന്നെ പ്രസിദ്ധ ചേച്ചിയും ബീച്ചാണൊക്കെ ഭക്ഷണത്തിനുള്ള വക ഇവിടെ നോക്കിക്കൊണ്ടിരിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള വക ഒരുക്കൊണ്ട് കിട്ടും. ഞാനിപ്പോൾ കുളിച്ചിട്ട് കാപ്പി കുടിച്ചിരിക്കുന്ന അമ്മയും ഭാര്യയൊക്കെ അകത്ത് വാങ്ങിക്കണം കേട്ടോ. രാവിലെ തന്നെ നല്ല വിശാലമായ നടത്തും. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടുത്തെ ഇലക്ട്രിക് ബസ്സായിരുന്നു.
ആ ഭാഗത്തായിട്ട് തോന്നുന്നു ക്ഷേത്രം. സത്യധർമ്മപരായണ അഭിപ്രിയവിയാരോഗപീതിവർത്തനം യാതകൃതയോജോജനഭക്തഭക്തഭകം രവിർവിലോചന സൂര്യ സവിധാരവിർവിലോചന. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ഹഴകർ കോവിലിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ 2 കോവിലേക്കും കൂടെ പോകണ്ടെന്ന് പറഞ്ഞു. അതിപ്പം ബസ്സിലായിരിക്കും പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ തൊഴുതിറങ്ങി. ഇവിടെ പരിസരത്തൊക്കെ കുരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇതൊന്നും ഈ പട്ടികളൊന്നും അത്രയ്ക്ക് ഉപദ്രവകാരികളല്ലെന്ന് തോന്നുന്നു. പിന്നെ അവരൊക്കെ അവിടെ കുറേ സാധനങ്ങളും മുല്ലപ്പൂ മാലയൊക്കെ മേടിക്കാൻ വേണ്ടി കയറിക്കുക. ഇവിടെ ദേ വറ്റി വരേണ്ട ഒരു കുളമുണ്ട്, കാണിച്ചു തരാം. വലിയ കുളമാണ്, പക്ഷെ ശരിക്കും വറ്റി വരണ്ട ഇവിടെ ഉണ്ടോ. ഇത് ഇവിടെ എന്തൊക്കെയോ പൊളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കുളമായിരുന്നു കണ്ടിട്ട്, പക്ഷെ വറ്റി വരണ്ടിരിക്കും ഇവിടെ. ചിലപ്പോൾ അല്ല നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അവരിങ്ങനെ ഇതാക്കി വറ്റിച്ച് വെച്ചേക്കണമെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ ഇത് മൊത്തം ഒരു ഹില്ലേരിയ തോന്നുന്നു കണ്ടിട്ട്. പരിസരത്തൊക്കെ ചുറ്റും മലകളൊക്കെ ഉണ്ട് ഇവിടെ. പറഞ്ഞു പോവോ ഇട്ടോളൂ. പൊട്ടിക്കട പുഴയാണോ അവിടെ? എന്താ എല്ലാവർക്കും ഫുഡ് എടുത്ത് ലാസ്റ്റ് നിങ്ങൾ കഴിക്കുന്നത്? എല്ലാവരും ഭക്ഷണം കൊണ്ടുവരാൻ ഞങ്ങൾ കഴിക്കാറ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു, ഹാപ്പിയായി. ഇനി ഞങ്ങൾ കഴിക്കണം. ഇത് നമ്മുടെ ബസ്സിൻ്റെ പൈലറ്റ് ആട്ടോ. 2 പൈലറ്റ് ഉണ്ട്, അതിലൊരു പൈലറ്റ് ഇത്. ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ പരിചയമുള്ള പൈലറ്റാണ് കേട്ടോ എല്ലാവരും. മറ്റേ ചേട്ടൻ ആദ്യം തന്നെ കഴിച്ചു.
ഇത് പഴമന്ത്രിച്ചോല എന്ന് പറഞ്ഞൊരു അമ്പലം കേട്ടോ. ഇത് അല്പം ഹൈ റേഞ്ച് ഏരിയയിൽ മലയ്ക്ക് മുകളിലായിട്ട് നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ്. നമ്മളിപ്പോൾ അവിടെ തൊഴുതിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങി. നല്ല തിരക്കാണ്, കുറേ നേരം ക്യൂ നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി വണ്ടി ഇറക്കുന്ന പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. ഇവിടെ സൈഡിലൊക്കെ തന്നെയാണ് വണ്ടി ഒതുക്കിടാൻ പറ്റുള്ളൂ. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം വണ്ടിക്കകത്ത് ഗ്ലാസ്സൊക്കെ താത്തിട്ട് ഞാൻ വണ്ടിക്കകത്ത് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെയാണ് എടുത്തുകൊണ്ട് പോരുക. അപ്പോൾ വണ്ടി എല്ലാം സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പണി കിട്ടും. ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ തിരുപ്പറക്കുണ്ട്രം എന്ന് പറഞ്ഞ വേറൊരു അമ്പലത്തിലേക്ക് പോട്ടോ. വലിയൊരു മലയുടെ ചോട്ടിലായിട്ട അമ്പലം, നട്ടപ്പുറ വെയില ഉണ്ടോ. അവിടെ വലിയൊരു മല കാണാൻ പറ്റുന്നുണ്ടല്ലോ, എൻ്റെ ചോട്ടിലായിട്ട് അമ്പലം. അപ്പോൾ നടന്നങ്ങ് പോയിക്കൊണ്ടിരിക്കണം, നല്ല വെയിലാട്ടോ. ഞങ്ങളിപ്പോൾ തൊഴുതിറങ്ങി. ഇതുണ്ടോ ദൂരെ മലയ്ക്ക് താഴെയായിട്ടാണ് ഈ തിരുപ്പുഴക്കുണ്ട്രം എന്ന് പറഞ്ഞ അമ്പലം ഇരിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2-3 അമ്പലം ഇന്ന് തൊഴുതു. ഈ 3 അമ്പലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ടുള്ള പ്രധാന വഴിപാടെന്ന് വെച്ചാൽ ഈ കോഴിഗുരുതിയൊക്കെയാണ്. കോഴികളുടെ അറുത്ത് അതിൻ്റെ ചോര ഇതായിട്ട് കൊടുക്കണം. ഇവിടെ ആണെങ്കിൽ അവിടെ ഈ ആട്, നായ, കോഴീനൊക്കെ ഇങ്ങനെ ഗുരുതിയായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ ഫോട്ടോ കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് കോഴിഗുരുതി എന്ന് തോന്നുന്നു. നട്ടപ്പുറ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത, നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ടായിരിക്കും പോണേ. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ചിലപ്പോൾ രാമേശ്വരമായിരിക്കും. ഏകദേശം ഒരു 1-2 മണിക്കൂർ എടുക്കും ഒരു രാമേശ്വരം എത്താനായിട്ട്. നേരെ രാമേശ്വരത്തേക്ക് ആയിരിക്കും പോണേ. ഞങ്ങളങ്ങനെ മധുരയിൽ നിന്ന് പോകുന്നു. രാമേശ്വരം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക. പോണ വഴിക്ക് സമയം ഇപ്പം ഉച്ചയ്ക്ക് 1:30 ആയപ്പം ഫുഡ് കഴിക്കാനിട്ട് വഴിയിൽ ഹൈവേയിൽ ഇപ്പോൾ സ്ഥലത്ത് സൈഡൊക്കെ നിർത്തി കേട്ടോ. അവിടെ ഇപ്പോൾ ആൾക്കാർ ഉച്ചയ്ക്കത്തെ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം തന്നു വയറ് നിറച്ച ശേഷം പ്രസിദ്ധാൻ ടീമിൻ്റെ ഇതേ ഭക്ഷണം കയ്യിലുണ്ട് കേട്ടോ. ഉണ്ട്, തോരനുണ്ട്, സാമ്പാർ എല്ലാം ഏകദേശം തീരാറായി. ചോറ് ഇനിയുണ്ടല്ലോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് തൊട്ടടുത്ത പമ്പിലേക്ക് ഇപ്പം പോയേക്കുവാണ്. ടോയ്ലറ്റ് ആവശ്യമായിട്ട് പോയിക്കോട്ടോ. ഞങ്ങളിപ്പോൾ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാർ ആദ്യം കുറേ പേര് കഴിച്ച് കഴിഞ്ഞവരിപ്പം തൊട്ടപ്പുറം ടോയ്ലറ്റിൻ്റെ പമ്പിൽ, പെട്രോൾ പമ്പിൽ ടോയ്ലറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കോളും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നടക്കും രാമേശ്വരത്തേക്ക്. നമ്മൾ കുറേ ദൂരം ഉണ്ടെന്ന് അവർ പറഞ്ഞു. 170-80 കിലോമീറ്റർ ഉണ്ടെന്ന് അവർ പറഞ്ഞു. ഏകദേശം 3-4 മണിക്കൂർ എടുക്കുക. ഏകദേശം എങ്ങനെ പോയത് വൈകുന്നേരം ആവുമെന്നാണ് പറയുന്നത്.
സമയം ഇപ്പം 5 മണി കേട്ടോ. നമ്മളിപ്പം രാമേശ്വരത്ത് എത്തി. വൈകുന്നേരം 5 മണി ഇപ്പോൾ രാമേശ്വരത്ത് എത്തി. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് പാമ്പൻ പാലം കേട്ടോ. അപ്പം അവിടെ തിരക്കായതുകൊണ്ട് ഇവിടെ സമയക്കുറവുണ്ട്, നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം രാമേശ്വരം ടൗണിലേക്ക് കയറുന്നതിന് തൊട്ടുമുള്ള സ്ഥലം അത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് 6 വീലുള്ള വണ്ടിയൊന്നും സിറ്റിയിൽ രാമേശ്വരം ടൗണിലേക്ക് കയറ്റി വിടില്ല എന്നാണ് ഇവിടുത്തെ ഒരു റൂള്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു വണ്ടി ഉണ്ട്, ആ വണ്ടിയിലാണ് നമ്മൾ ഇവിടുന്ന് അങ്ങ് പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടി നമ്മൾ രാമേശ്വരം സിറ്റി കയറി ധനുഷ്കോടി പോയി ശേഷം തിരിച്ച് നമ്മൾ ഇവിടുന്ന് രാമേശ്വരത്ത് വിട്ട് തിരിച്ച് പോകുമല്ലോ. പോകുന്ന സമയത്ത് തിരിച്ച് വരാൻ നേരത്ത് നമുക്ക് വണ്ടി കയറി തിരിച്ച് റിട്ടേൺ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. ചെറിയ കാറുള്ള ട്രാവലറൊക്കെ കയറാൻ കുഴപ്പമില്ല. പക്ഷേ ഈ വലിയ 6 വീലിൻ്റെ വലിയ വലിയ ബസ്സൊക്കെ ഉണ്ടല്ലോ, ബസ്സൊന്നും രാമേശ്വരം സിറ്റിയിലേക്ക് കയറ്റി വിടില്ല അവർ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വന്നിറങ്ങി എല്ലാവരും ലഗേജൊക്കെ ഫുൾ ലഗേജ് അവരുടെ ഫുൾ ലഗേജും എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ. കാരണം എങ്ങനെ എന്തെങ്കിലും സാധനം വിട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചത് എടുക്കാൻ വേണ്ടി തിരിച്ച് വരാൻ പറ്റില്ല, അതിന് സാധിക്കില്ല എന്നൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലഗേജും ഫുൾ നമ്മുടെ എന്തൊക്കെ ലഗേജ് ഇടുന്നുണ്ടോ കംപ്ലീറ്റ് ലഗേജും കൊണ്ട് ഇവിടെ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇവിടെ തന്നെ വണ്ടി വരും, ആ വണ്ടിക്ക് നമ്മൾ കയറ്റിയിട്ട് നേരെ രാമേശ്വരം ടൗണിലേക്ക് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകട്ടോ. ഓക്കെ, ഇനി 12 ഇപ്പോൾ രാമേശ്വരം അമ്പലത്തിൽ കൊണ്ട് പോയി കയറി തൊഴണം. ഓക്കെ, അങ്ങനെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് അതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്ന ഹോട്ടല്. ഇങ്ങനത്തെ കുറച്ച് മിനിവാനിലാണ് കേട്ടോ നമ്മളിങ്ങോട്ട് വരുന്നത്. നമ്മൾ വന്ന വാൻ്റെ അപ്പുറത്തേക്ക് മാറ്റി അവർ കൊണ്ടുപോയി. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് മറ്റൊരു മിനിവാനാണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ മിനിവാനാണ്. ഇതോടത്തുള്ള മിനിവാനിലേക്കാണ് ആൾക്കാരും കൂടെ അകത്തേക്ക് വന്നത് കേട്ടോ. ഇതാണെന്ന് പറയുന്നത് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. നമ്മളങ്ങനെ ലാസ്റ്റ് റൂമിലെത്തി. വേണമെങ്കിൽ പ്രീമിയം മാറിക്കോട്ടോ. അതെ, നല്ല അടിപൊളി റൂം, അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിലുള്ള ലുക്ക് തോന്നിക്കുന്ന റൂം കേട്ടോ. അവർ പറഞ്ഞു 6 മണി വരെ കണ്ട മറ്റേ തീർത്ഥം തെളിക്കുന്ന ഒരു ചടങ്ങുള്ളൂ. 21 കുളത്തിൻ്റെ തീർത്ഥം തെളിക്കുന്ന ചടങ്ങുണ്ടല്ലോ, അത് 6 മണി വരെയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോവാം, കുളിക്കൊന്നും വേണ്ട, ഈ ഡ്രസ്സ് തന്നെ ഇറങ്ങുമ്പോൾ ജസ്റ്റ് കൈ കാല് പോകാൻ വേണ്ടി പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലഗേജ് വയ്ക്കുന്നു, പെട്ടെന്ന് റെഡി ആയിട്ട് ഇറങ്ങുന്നു. സമയം കളയാനധികം ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം കൂടുതലായിട്ട് നമുക്ക് പിന്നീട് നോക്കാവേ. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. അവിടെ അമ്പലത്തിനകത്ത് കാണാൻ പറ്റുന്ന അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ കിട്ടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രാമേശ്വരത്ത് അത്യാവശ്യം വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, അവിടുത്തെ ഒരു വഴിപാടുണ്ട്. 21 കുളത്തിലെ വെള്ളം നമ്മുടെ തലവഴി ഒഴിക്കുന്നൊരു വഴിപാടുണ്ട്. അപ്പോൾ ആ വഴിപാട് നടത്തേണ്ടവർക്ക് നടത്താം, നടത്തേണ്ടാത്തവർക്ക് വേണ്ട. അപ്പോൾ ഞങ്ങൾ പോയ കുറച്ച് പേർക്ക് ആൾക്കാർക്ക് ഈ വഴിപാട് നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ പല ഭാഗത്തായിട്ട് ഈ കിണറിൻ്റെ ഷേപ്പിൽ കുളം ഉണ്ടാവും. അപ്പോൾ ഈ കുളത്തിൻ്റെ പരിസരത്തായിട്ട് ഓരോ കുളത്തിൻ്റെ പരിസരത്തായിട്ട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ ചെറിയൊരു ബക്കറ്റിൽ ആ കുളത്തിൽ നിന്ന് കയറിട്ട് വെള്ളം കോരി എടുത്തിട്ട് നമ്മുടെ തലവഴി കുറച്ചായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഏകദേശം 21 കുളത്തിൽ നിന്നുള്ള വെള്ളം നമ്മുടെ തലവഴി ഒഴിക്കുന്നൊരു അവിടെ ഒരു വഴിപാടുണ്ട്. അപ്പോൾ അന്നേരം ആ വഴിപാട് നടത്തുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 21 കുളത്തിൽ നിന്നും ഉള്ള വെള്ളം നമ്മുടെ തലവഴി പോകുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും അടിമുടി ശരിക്കും നനഞ്ഞിട്ടുണ്ടോ നമ്മൾ എടുക്കുന്ന ഡ്രസ്സൊക്കെ. അപ്പോൾ നമ്മുടെ സേഫ്റ്റി കിട്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു സാധനവും അകത്തേക്ക് കൊണ്ടുപോയില്ല. പക്ഷെ നമ്മുടെ ഉടുത്ത തുണിയും പൈസ ഇല്ലാതെ വേറെ ഒന്നും നമ്മൾ അകത്തേക്ക് ഇട്ടില്ല. അപ്പോൾ നമ്മുടെ ബാഗോ ഫോണോ വാച്ചോ അല്ലെങ്കിൽ ക്യാമറയോ ഒന്നും അകത്തേക്ക് നമ്മൾ ഇരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ കൂട്ടുള്ള ആദ്യം ജയിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ മൊത്തം നനഞ്ഞ് കുളമായി പോകും. അപ്പോൾ അന്നേരം നമുക്കന്നേരം ഒരു റിസ്ക് ആയതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അകത്തേക്ക് കയറ്റിയില്ല. അപ്പോൾ അതങ്ങനെ കയറ്റാൻ പറ്റാതെ പോയതുകൊണ്ട് അകത്തുള്ള കുറച്ച് സീനറീസിൻ്റെ അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ടായിരുന്നു, അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കാഴ്ച അവിടെ പോയി എല്ലാ സ്ഥലത്തോട്ട് തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് കൈയോടെ ഞങ്ങളെല്ലാം നനഞ്ഞ് വിളിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഒരു തോർത്ത് കൊണ്ടിട്ട് തലയൊക്കെ തോർത്തി. എന്നിട്ട് സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഈ താമസിക്കുന്ന ഹോട്ടലിന് താഴെയിട്ട് ഇവർ രാത്രിത്തെ ഡിന്നർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം
ചോറും ഉണ്ടായിരുന്നു, ചപ്പാത്തി, പിന്നെ അതുപോലെ നമ്മുടെ ഈ തക്കാളിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഈ നാളത്തേക്ക് ബില്ലിടാനുള്ള ഒരു ചപ്പാത്തിയും തക്കാളിക്കറിയും കഴിച്ചു, അല്ലാത്ത ചോറും കഴിച്ചിട്ട് അപ്പം കഴിച്ചു. അപ്പോൾ ഞാനൊക്കെ ചപ്പാത്തിയും തക്കാളിക്കറിയും ഞങ്ങൾ കഴിച്ചത്. അപ്പം കഴിച്ചിട്ട് ഇപ്പോൾ ഇതേ റൂമിൽ വന്ന് കിടക്കുവാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ടൊക്കെ വരുവാണ്. അപ്പോൾ ഇനിയിപ്പം നാളെ ഞങ്ങൾക്കിവിടെ രാമേശ്വരത്ത് ബലി ഇടുന്നുണ്ട്. അപ്പോൾ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങളോട് ഏറ്റെടുക്കണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബലി ഇട്ടിട്ട് നേരെ ധനുഷ്കോടി പോകുന്നു. ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ ധനുഷ്കോടി പോകുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പിന്നെ ഇവിടെ നിന്ന് കൊടൈക്കനാലിനാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ റൂമിൽ വന്നിരിക്കുന്നു. ഇനി നാളെ വെളുപ്പിന് 5 മണിക്ക് റെഡി ആയിട്ട് ഇറങ്ങണം. അപ്പോൾ വെളുപ്പിന് 4 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടെ നേക്കണം. ഓക്കെ, അപ്പോൾ ഇനി നാളത്തെ കാഴ്ചകളായിട്ട് വരാം. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്. ഓക്കെ.